PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ സത്യജിത്രയുടെ ദ പ്രൊജക്ട് ടൈഗർ. ആ പ്രൊജക്ട് ടൈഗറിലെ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു അയാൾ എങ്ങനെയാണ് മിസ്റ്റർ തോററ്റ് ആയിട്ട് പരിചയപ്പെട്ടതും അല്ലെ, ഭാരത സർക്കസിലെ മാനേജറിനെ കാണാനും മാനേജർ മിസ്റ്റർ തോററ്റ് റിംഗ് മാസ്റ്ററെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ റിംഗ് മാസ്റ്റർ ടൈഗറിനെയും കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അവര് ഷൂട്ടിംഗ് പ്ലേസിലേക്ക് നോട്ടൻ ഗ്രാമിലേക്ക് കൊണ്ടുവന്നു ടൈഗറിനെ. ഒരു ടൈഗർ അല്ല, 2 ടൈഗർ അല്ലെ. പക്ഷെ ഫസ്റ്റ് ടൈഗറിനെ തന്നെ അഴിച്ചുവിട്ട് അവര് ആകെ വിഷമിച്ചു പോയി. മിസ്റ്റർ തോററ്റ് പോലും കൈവിട്ടു പോയല്ലോ എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ആ ടൈഗർ ഓപ്പൺ സ്പേസിലേക്ക് ഇറങ്ങി ചാടിയതും ടൈഗർ എന്താ ചെയ്യാൻ തുടങ്ങിയത്, അവിടെ കിടന്ന് ചാടി ബഹളം വെച്ച് കിടന്ന് ഉരുണ്ട്. അതൊരിക്കലും കാമായിട്ട് ശാന്തനായിട്ട് നടന്നു വരേണ്ട ഒരു ടൈഗർ ഒരിക്കലും അങ്ങനെയല്ല കാണിക്കുന്നത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് വി സ്റ്റുഡ് അറൌണ്ട്, അവരുടെ കൺട്രോളിൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ കുറെ നോക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓഫ് ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ആയിരുന്നു എന്നാ പറഞ്ഞത്. പേജ് നമ്പർ 49 കേട്ടോ. ഇറ്റ് വാസ് എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ ദ കൺട്രോൾ. നിയന്ത്രണത്തിന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് അവരുടെ ശ്രമമൊക്കെ പരാജയപ്പെട്ട പോലെ അവർക്ക് തോന്നുകയാണ്. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. അവര് പറയാണ്, നമ്മളൊരു സർക്കസ് കാണാൻ പോകുമ്പോ പൈസ കൊടുത്ത് നമ്മൾ സർക്കസ് കാണാൻ പോവാണെങ്കിലും നമ്മൾ ആകെ ടെൻഷൻ. നമ്മൾ സർക്കസ് കാണുമ്പോ എങ്ങനെയാ നമ്മുടെ അവസ്ഥ? ഓരോ മൃഗങ്ങൾ വരുമ്പോഴും ടെൻഷൻ അടിച്ച് പേടിച്ച് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലെ. പൈസ കൊടുത്തിട്ടൊരു സർക്കസ് കാണുന്നത് പോലെയായിരുന്നു പൈസ കൊടുക്കാണ്ട് ഇതിലൊരു സർക്കസ് കാണുമായിരുന്നു. ഇപ്പോ ഇത് കണ്ടപ്പോ ഈ ടൈഗർ കിടന്ന് ഉരുണ്ട് പറയുന്നത് കണ്ടപ്പോ ആളുകൾക്ക് നല്ലൊരു കാഴ്ചയായിരുന്നു. പേടിയുണ്ടായിരുന്നു കേട്ടോ. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. അവർക്ക് തോന്നി ഒരു പുതിയതും അവർ ഇതുവരെ ഒരിക്കലും കാണാത്ത സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ഒരു സർക്കസ് പോലെ അവർക്ക് തോന്നി. വിച്ച് വി ആർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. അതും എന്താണ്, ഫ്രീ ആയിട്ടൊരു സർക്കസ് കാണാൻ പറ്റുന്ന സന്തോഷത്തിലാണ് ആളുകൾ. ഓടിപ്പോകുന്നില്ല കേട്ടോ. എല്ലാവരും ഇത് നോക്കി നിൽക്കാൻ ഈ ടൈഗർ ചെയ്യുന്നതൊക്കെ. കാരണം ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാണ്ട് ഒരു സർക്കസ് കാണുന്നത് പോലെ അവർ കണ്ടു. The camera was still standing. ക്യാമറ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. On its 3 legs. നമ്മുടെ ട്രൈപോഡിന്റെ 3 കാലുകൾ എന്ന് പറഞ്ഞില്ലേ, 3 കാലുകളിൽ അത് നിൽക്കുകയാണ്. സ്റ്റെയറിംഗ് ഇൻ ടു ദ വുഡ്. കാട്ടിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ക്യാമറ കാട്ടിലേക്ക് സ്റ്റെയർ ചെയ്ത് നിൽക്കാന്ന് വെച്ചാൽ എന്താണ്, ക്യാമറ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദെയർ. പക്ഷെ ടൈഗർ ഒരു കാരണവശാലും ആ കാട്ടിലേക്കും പോണില്ല. കാട്ടിലേക്ക് പോയാലല്ലേ ടൈഗർ കാട്ടിൽ നിന്ന് വരുന്നതല്ലേ, ക്യാമറ അങ്ങോട്ടല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്, ടൈഗർ വരുന്നതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പക്ഷെ ടൈഗർ കാട്ടിലേക്കല്ല പോണത്. ടൈഗർ ഈ ഓപ്പൺ സ്പേസിൽ കിടന്ന് ഉരുണ്ട് മറിയാം. പാരഗ്രാഫ് 17 നോക്കാം. വൺസ് ദ ടൈഗർ ഹാഡ് കാം ഡൗൺ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. ആ പുറത്തിറങ്ങണം. നമ്മള് ഇപ്പൊ ചില കുട്ടികളെയൊക്കെ നമ്മൾ വീട്ടിൽ അടച്ചിട്ടു വിചാരിക്കും. കുറച്ച് അടച്ചിട്ട് വളർത്ത കുട്ടികൾ പുറത്തുകൂടി കടക്കുമ്പോ അവർ കുറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, ബഹളമിക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ അവർ ശാന്തമാവും. അപ്പൊ അതുപോലെ തന്നെ ഈ ടൈഗറും ആ ഇതുവരെ പുറത്തു കിടക്കാത്തതിന്റെ ബഹളാണ് അത് കാണിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ടൈഗർ ശാന്തനായി. വൺസ് ദ ടൈഗർ ഹാഡ് കാം ഡൗൺ. അങ്ങനെ അത് കാം ഡൗൺ ആയപ്പോ, ശാന്തനായപ്പോ വി മാനേജ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ്. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ കുറച്ച് ഷോട്ടൊക്കെ പിടിച്ചു. വി നീഡഡ് ആവശ്യമുള്ള കുറച്ച് ഷോർട്സ് ഒക്കെ പിടിച്ചെടുത്തതിന് ശേഷം ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അവിടെ കഥ അവസാനിച്ചേനെ. കണ്ടെന്താ, അവർക്ക് ഇത്രയും ആവശ്യമുണ്ടായിരുന്നു. ആ ഫിലിമിന് ടൈഗർ ഒന്ന് നടന്നു വരണം, അത് പിടിക്കണം അല്ലെ. അങ്ങനെ അവർ പിടിച്ചു. ടൈഗർ ശാന്തനായി കഴിഞ്ഞപ്പോ അവർ ആ സീൻ പിടിച്ചു. ടൈഗർ വരുന്നു, ഗുപ്പിയും ബഗ്ഗിയും രണ്ടുപേരും കാണുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ പേടിച്ച് വിറച്ച് ആ ടൈഗറിനെ നോക്കി നിൽക്കുന്നു. ഈ സീൻ അവർക്ക് ആവശ്യമുള്ളൂ. അവരത് പിടിച്ചു. ആ കഥ അവിടെ അവസാനിച്ചേനെ. എന്റെ കഥ അവിടെ അവസാനിച്ചാ സത്യജിത് റേ പറയാൻ പോകുന്ന ഈ സംഭവം ഇവിടെ അവസാനിച്ചേനെ. പക്ഷേ അവസാനിച്ചില്ല.
എന്താ ഉണ്ടായി നോക്കാം. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട, അങ്ങനെ സീനൊക്കെ പിടിച്ചു കഴിഞ്ഞു, കഥ അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ച് അവര് കൽക്കട്ടയിലേക്ക് തിരിച്ചുപോയി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻ, അവിടെ ചെന്നിട്ട് ആ സീൻ നോക്കിയുള്ളൂ കേട്ടോ, പിടിച്ചപ്പോ നോക്കിയില്ല. എല്ലാം അവസാനിച്ചു, ശാന്തമായിട്ട് ടൈഗറിനെയൊക്കെ ശരിക്കും കിട്ടി എന്നൊക്കെ വിചാരിച്ചു അവര്. പക്ഷെ കൽക്കട്ടയിൽ ചെന്നിട്ട് അവർ ആ സീൻ നോക്കിയപ്പോ വിത്ത് ദ ടൈഗർ, ദ സീൻ വിത്ത് ദ ടൈഗർ നോക്കിയപ്പോ വി റിയലൈസ് ദാറ്റ്, അപ്പോഴാണ് മനസ്സിലായത്, റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. എന്ത് സംഭവിച്ചു? ടൈഗറൊക്കെ ശരിക്കും അഭിനയിച്ചു, പക്ഷേ ക്യാമറ ശരിക്കും അഭിനയിച്ചില്ല. എന്ന് വെച്ചാൽ ക്യാമറ ഡിഡ് നോട്ട് വർക്ക് പ്രോപ്പർലി, ക്യാമറ അതിന്റെ ജോലി അത് ചെയ്തില്ല, എന്ന് വെച്ചാൽ അതിന് ശരിക്കും പിടിച്ചില്ല എന്ന്. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്, ഇരുണ്ട് പോയി, ടൈഗറിനൊന്നും കാണുന്നില്ല. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ദ ട്രീസ് ആൻഡ് ലീവ്സ്. ഈ ട്രീസും ലീവ്സ് സിനിമ കളർ ഉണ്ടല്ലോ, ആ മരങ്ങളുടെയും ഇലയുടെയും കളറില് മെർജിങ്, അതിനോട് കൂടി ചേർന്ന് പോയി ആര്? ടൈഗർ. ടൈഗറിനെ തെളിഞ്ഞ് കാണുന്നേ ഇല്ല. അപ്പൊ ക്യാമറ ശരിക്കും വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്യാമറയിലെ ടൈഗറിനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. സോ മച്ച് ദാറ്റ് ദ ഷോട്ട് വർ ടു ഡാർക്ക്. അപ്പൊ എന്തായിരുന്നു കംപ്ലൈന്റ്? അത് പഠിക്കണം. എന്തായിരുന്നു സീനിന് പറ്റിയത്? ദ ഷോട്ട് വർ ടു ഡാർക്ക്. So much so that the tiger was merging almost completely with the background of the trees and the leaves. We had to shoot the scene all over again. All over again. വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം സിനിമയിൽ ഈ സീൻ ഇടാൻ പറ്റില്ല, ടൈഗറിനെ കാണുന്നില്ലാന്ന്. ടൈഗർ ആ മരത്തിനോടും ആ ഇലയോടും അതിനോടൊക്കെ ചേർന്ന് കണ്ട് അവിടെ നമ്മൾ ശരിക്കും കാണണമെങ്കിൽ ഈ മുളം കാട്ടിക്കൂടി ഇങ്ങനെ വരുന്നത് കാണണം. പക്ഷെ ടൈഗറിനെ ശരിക്കും കാണുന്നില്ല, ആ മരത്തിനോടും ഇലകളോടും ചേർന്ന് പോയി ടൈഗറിന്റെ കളർ. വെച്ചാൽ ടൈഗറിനെ കാണുന്നേ ഇല്ല, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല. ദ ടൈഗർ വി ഹാഡ് ടു ഷൂട്ട് ദ സീൻ ഓൾ ഓവർ അഗെയിൻ. വീണ്ടും ഷൂട്ട് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത വിഷമം വന്നു അല്ലെ. വി ഫൗണ്ട് അനദർ ബാംബൂ. ഇനി വീണ്ടും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവര് എന്ത് ചെയ്തു? ആദ്യത്തെ സീൻ എവിടെ ഷൂട്ട് ചെയ്തത്? നോട്ടൻ ഗ്രാമിലാണ് അല്ലെ. ഈ നോട്ടൻ ഗ്രാമിൽ, ഷിയൂരിക്ക് അടുത്തുള്ള നോട്ടൻ ഗ്രാമിൽ എന്ത് ചെയ്തു? അടുത്തത് വി ഫൗണ്ട് അനദർ ബാംബൂ ഗ്രോ. അവിടേക്ക് പോയി ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവർ കാരണം കൽക്കട്ടയിൽ തിരിച്ചു വന്നു. അപ്പൊ കൽക്കട്ടയോട് കുറച്ചും കൂടി അടുത്ത്, കൽക്കട്ടയ്ക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇനി തിരിച്ചു അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ഒരു ബാംബൂ ഗ്രൂവ് കണ്ടു, ക്ലോസർ ടു കൽക്കട്ട വില്ലേജ് കോൾഡ് ബോറല്ല. അപ്പൊ അടുത്ത് രണ്ടാമത് വീണ്ടും ആ സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് എവിടെയായിരുന്നു സ്ഥലം? ബോറല്ല. രണ്ട് പ്ലേസ് ഓർക്കാട്ടോ. ആദ്യത്തെ പ്ലേസ് നോട്ടൻ ഗ്രാമില്, രണ്ടാമത് ഇപ്പൊ വീണ്ടും ആ സീൻ തന്നെ ഷൂട്ട് ചെയ്യാണ്. ഒരു ബാംബൂ ഗ്രോവ് തന്നെ കണ്ടുപിടിച്ചു, ബോറല്. ദ ലോറി അലൈവ് വൺസ് മോർ. ഒരിക്കൽ കൂടി എന്താണ് ലോറിയിൽ എന്ത് കൊണ്ടുവന്നു? ലോറി എത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോറിയിൽ എന്താ കൊണ്ടുവന്നത്? ടൈഗറിനെ കൊണ്ടുവന്നു. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ ടോറന്റ്. മിസ്റ്റർ ടോറന്റിനെയും കൊണ്ട് ലോറി വന്നു. അല്ല സോറി, ദ ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ ടോറന്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ. ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ലോറി വന്നു. ലോറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മിസ്റ്റർ ടോറന്റ് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയാണ്? സ്റ്റീൽ വയർ. അന്ന് ആവശ്യമായ സാധനങ്ങളെല്ലാം സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ, അതിന്റെ കഴുത്തിൽ കെട്ടാൻ വേറെ കോളർ കെട്ടണ്ടേ, ആൻഡ് അയൺ റോഡ് കെട്ടി, കയറിന്റെ അറ്റം കെട്ടിയിടാനായിട്ട് അയൺ റോഡ്, ഇതെല്ലാം കൊണ്ടുവന്നു. ആൻഡ് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. പക്ഷെ ഈ പ്രാവശ്യം അന്ന് എത്ര പേരുണ്ടായിരുന്നു? 25ഓളം ആളുകളുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ വഴിക്ക് ദ ഹോൾ വില്ലേജ്, ലോറി ഇങ്ങനെ വരികയാണ് ഈ സ്ഥലത്തേക്ക്. ആ ലോറിയുടെ കൂടെ പിന്നാലെ ഹോൾ വില്ലേജ്, ആ ഗ്രാമവാസികൾ ഫുള്ള് ഇങ്ങോട്ട് വന്നു. We told the villagers, ഞങ്ങൾ പറഞ്ഞു വില്ലേജസിനോട്, we told the villagers that they should stand at a distance of 70 feet. എത്ര? 70 അടി നീങ്ങി നിൽക്കാൻ പറഞ്ഞു. 70 feet, 70 അടി നീങ്ങി നിൽക്കുന്ന ഇവര് കുറെ പറഞ്ഞു. നോ വൺ പെയ്ഡ് അറ്റൻഷൻ. പക്ഷെ ആളുകൾ അതൊന്നും കൂട്ടാക്കിയില്ല. കാരണം അവര് നോക്കിയപ്പോ ഈ ടൈഗർ കൂടിന്റെ ഉള്ളിലാണ്, ലോറിയുടെ ഉള്ളിലാണ്. അവരെല്ലാവരും കൂടി ഇങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് വരികയാണ്. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു. ആരും അതിന് അറ്റൻഷൻ കൊടുത്തില്ല, ശ്രദ്ധ കൊടുത്തില്ല. എന്തിന്? സത്യജിത്ത് കുറെ പ്രാവശ്യം പറഞ്ഞു എന്തെന്ന് അവരോട് 70 അടി മാറി നിൽക്കുക, 70 അടി ദൂരേക്ക് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ കുറച്ച് ദൂരം നീങ്ങി നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവരാരും അത് ശ്രദ്ധിച്ചില്ല. ടു വാട്ട് ദേ വർ ടോൾഡ്. എന്താ പറഞ്ഞത് ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല.
The entire crowd, ജനക്കൂട്ടം മുഴുവനും moved as close to the camera. അവരൊക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി ക്യാമറയുടെ ചുറ്റും നിൽക്കാണ്. As they could. എത്ര അടുത്ത് നിൽക്കാൻ പറ്റും അത്ര അടുത്തേക്ക് അവർ ഓടി വന്ന് നിൽക്കാണ്. We could not afford to waste any more time. സത്യജിത്തിനെ കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷെ ഇനി സമയമില്ല. We could not afford to waste. എഫോർഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, വേസ്റ്റ് ചെയ്ത് കളയാൻ ഞങ്ങളുടെ കയ്യിൽ സമയമില്ല. കാരണം ഇനി ഈ പ്രാവശ്യം വേഗം ഷൂട്ടിംഗ് എടുത്തില്ലെങ്കിൽ അവർക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് സമയമില്ല, നഷ്ടപ്പെടുത്തിയാൽ ഈ ആളുകളോട് മാറി നിൽക്കാൻ പറ്റും. ഒരാളും മാറുന്നില്ല, ആരും പെയ്ഡ് അറ്റൻഷൻ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സത്യജിത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇനി പറയാൻ സമയമില്ല, ഇവരെ വേസ്റ്റ് ചെയ്ത് കളയാൻ സമയമില്ല. അതുകൊണ്ട് ഇവര് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. We could not afford to waste any more time explaining and argue. എക്സ്പ്ലെയിൻ ചെയ്യാനോ വാദിക്കാനോ അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാനോ ഒന്നിനും നിന്നില്ല. കാരണം ഞങ്ങളുടെ ഈ സമയമില്ല. അതുകൊണ്ട് സോ വി ഗോട്ട് ദ ക്യാമറ റെഡി. ഞങ്ങൾ എന്ത് ചെയ്തു, ആളുകളോട് എന്തോരം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ആളുകൾ ക്യാമറയ്ക്ക് ചുറ്റും നിൽക്കുക. പക്ഷെ ഇവരെന്ത് ചെയ്തു, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരോട് വാദിച്ച് അവരെ മാറ്റാൻ നോക്കിയില്ല. ഇവര് ക്യാമറയൊക്കെ റെഡിയാക്കി. ക്യാമറ റെഡിയാക്കി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ ടോററ്റ്. മിസ്റ്റർ ടോററ്റിന് സിഗ്നൽ കൊടുത്തു. എന്തിനുള്ള സിഗ്നലാ? അഴിച്ചു വിട്ടോ, ടൈഗറിനെ അഴിച്ചു വിട്ടോളാൻ പറഞ്ഞ് സിഗ്നൽ കൊടുക്കുകയാണ്. നോക്കാം ലാസ്റ്റ് പാരഗ്രാഫ്. ഹി ഓപ്പൺ ദ ഡോർ ടു ദ കേജ്. അങ്ങനെ മിസ്റ്റർ ടോററ്റ് കേജ് ഓപ്പൺ ചെയ്തു. ദ ഇൻസ്റ്റന്റ് ദ ഡോർ ഓപ്പൺ, ഡോർ തുറന്നതേ ഈ പ്രാവശ്യം എന്താ ചെയ്തത് നോക്കിയേ. ദ ഇൻസ്റ്റന്റ് നിമിഷം, ആ നിമിഷം ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്ങിങ് സൗണ്ട്. മെറ്റൽസ് ഒക്കെ കൂട്ടിമുട്ടുമ്പോ ആ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, ഇരുമ്പൊക്കെ കൂട്ടിമുട്ടുമ്പോ ഒരു ശബ്ദം. ദ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. അലറിക്കൊണ്ട് ഒരു ലൗഡ് റോർ, വലിയൊരു അലർച്ചയോട് കൂടിയാണ് ആ ടൈഗർ ചാടിയത് പുറത്തേക്ക്. ആൻഡ് ചാർജ് സ്ട്രെയിറ്റ്, നേരെ പോയത് വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ക്യാമറയ്ക്ക് പിന്നിലെ കൂടി നിന്ന ആളുകൾ കുറെ പറഞ്ഞിട്ട് അവർ നീങ്ങിപ്പോകാതെ നിന്നതാണ് അല്ലെ. ഈ ആളുകളുടെ അടുത്തേക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ ടൈഗർ ചാടി ആളുകളുടെ അടുത്തേക്ക് ചെന്നു. ദ ക്രൗഡ്, ആ ജനക്കൂട്ടം, ഇത്രയും നേരം പറഞ്ഞിട്ട് അവർ കേട്ടോ ഇല്ല. ആ ജനക്കൂട്ടം കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ. എത്രയുണ്ടായിരുന്നു? 150, 150ഓളം ആളുകൾ ഉണ്ടായിരുന്ന ആ ജനക്കൂട്ടം മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. ഒരു മാജിക് പോലെ, ഒരു മന്ത്രം പോലെ അവരൊക്കെ മെൽറ്റ് ചെയ്തു. മെൽറ്റ് ചെയ്യാൻ ചെന്നാണ് മെൽറ്റേജ് ഉരുകിപ്പോയി എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥം? മെൽറ്റ് ചെയ്ത് പോയി എന്ന് വെച്ചാൽ ഡിസപ്പിയേർഡ്. അവരൊക്കെ ഉരുകി അങ്ങോട്ട് പോയി, നിന്നോടത്ത് നിന്ന് ഉരുകിപ്പോയി വെച്ചാൽ അവരൊക്കെ അപ്രത്യക്ഷമായി. എന്താ ഇവിടെ മെൽറ്റ് എന്ന് അർത്ഥം? ഡിസപ്പിയേർഡ്. അവരെല്ലാവരും അപ്രത്യക്ഷമായി എന്ന് വെച്ചാൽ ആളുകളൊക്കെ ജീവനും കൊണ്ട് ഓടി. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞു. അപ്പൊ ആ ടൈഗർ ചാടിയതും ഈ ആളുകളുടെ അടുത്തേക്ക് ഓടി വന്നു, ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ ടൈഗർ ശാന്തനായി. ആഫ്റ്റർ ദാറ്റ് ദ ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, പൊട്ടിത്തെറി. എന്തിന്റെ പൊട്ടിത്തെറിയാ? ദ ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, അതിന്റെ എനർജിയുടെ ശക്തിയുടെ ഒരു പൊട്ടിത്തെറി. ഇത്ര നല്ല കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അഴിച്ചിടുമ്പോ ഒരു ഭയങ്കര എനർജി കാണിക്കില്ലേ, ആ ഒരു പൊട്ടിത്തെറിക്ക് കഴിഞ്ഞു. പിന്നെ ടൈഗർ ശാന്തനായി. ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ലി. പെട്ടെന്ന് ആ ടൈഗർ ശാന്തനായി. ആ വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി വളരെ അലർച്ച, വലിയ ഉറക്കം ഇങ്ങനെ അലറിക്കൊണ്ടാണ് അതിന് ചാടി വന്നപ്പോൾ ഈ ആളുകളൊക്കെ പേടിച്ച് ഓടിപ്പോയി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ലി ലൈക്ക് ആൻ ഒബീഡിയന്റ് ചൈൽഡ്. അത് കഴിഞ്ഞ ശേഷം ആ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അത് ആ ടൈഗർ ഏതുപോലെയാണെന്ന്, ലൈക്ക് ആൻ ഒബീഡിയന്റ് ചൈൽഡ്, അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട്. ആ സ്പോട്ടിലേക്ക് ഇവര് പറഞ്ഞ സ്ഥലത്തിൽ കൂടെ നടന്ന്, വി ഹാഡ് ചൂസൻ, ഞങ്ങൾ ചൂസ് ചെയ്ത, ഞങ്ങൾ തെരഞ്ഞെടുത്ത ആ സ്ഥലത്തേക്ക് അത് നടന്നു വന്നു. പേസ് അബൌട്ട്, എന്നിട്ട് വന്ന് പേസ് ചെയ്തു. അബൌട്ട് ടു ക്വയറ്റ്ലി, ശാന്തനായിട്ട് നടന്നു വരികയാണ്. ആസ് ഇറ്റ് വാസ് റിക്വയർഡ്, അതിനോട് പറഞ്ഞ പോലെ, അതിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ അത് വളരെ പതുക്കെ വന്ന് നിന്നൊന്ന് നോക്കി. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. ആൻഡ് ആംബിൾഡ് വളരെ പതുക്കെ മന്ദമായിട്ട് ബാക്ക് തിരിഞ്ഞു.
തിരിഞ്ഞ് അതിന്റെ ട്രെയിനറിന്റെ അടുത്തേക്ക് പോയി. അപ്പോ പതുക്കെ ആ ഗ്രോവിൽ കൂടെ, ആ ബാംബു ഗ്രോവിൽ കൂടെ നടന്നു വന്നു. ഒന്ന് ആളുകളൊന്ന് പേസ് ഒന്ന് നോക്കി, അത് കഴിഞ്ഞ ശേഷം അത് അതിന്റെ ട്രെയിനറിന്റെ അടുത്തേക്ക് തിരിച്ച് പോയി. ഈവൻ ദ ക്യാമറ ബിഹേവ് ദിസ് ടൈം. പക്ഷേ ഈ പ്രാവശ്യം ഇത് സംഭവിച്ചു. ഈവൻ ദ ക്യാമറ ബിഹേവ് ദിസ് ടൈം. ഈ പ്രാവശ്യം ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു. വിച്ച് വി റിയലൈസ് 2 days later. അതും ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ നോക്കിയത് കേട്ടോ. നോക്കിയപ്പോ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു. when we returned to Calcutta and saw the scenes we had shot. 2 ദിവസം കഴിഞ്ഞ് കൽക്കട്ടയിൽ ചെന്നിട്ടാണ് വീണ്ടും അവർ സീൻ നോക്കിയത്. നോക്കിയപ്പോ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സീൻ ശരിക്കും അവർക്ക് കിട്ടി. അപ്പൊ നമ്മളുടെ കഥ നമ്മുടെ അവസാനിക്കുകയാണ്. സത്യജിത് റേയുടെ ഒരു മെമ്മോയർ ആണ്, അയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ എടുത്തൊരു ഭാഗമാണ്. എന്നുവെച്ചാൽ അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ഹൗ ഹി ഷൂട്ട് ദ ഫിലിം വിത്ത് എ ടൈഗർ. ഒരു ടൈഗറിനെ വെച്ച് അയാൾ ഷൂട്ട് ചെയ്തപ്പോ അയാൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്, അല്ലെ. ഫസ്റ്റ് ആദ്യം അവരെവിടെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ തന്നെ ഒരു ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യണം. അതില് എന്താണ്, ബഗ്ഗ ആൻഡ് ഗുപ്പി രണ്ടുപേരും വന്ന് നിൽക്കുന്ന സമയത്ത് ടൈഗർ വന്നൊന്ന് പോകണം. ഇത്രയേ ഉള്ളൂ സീൻ. പക്ഷെ ഈ സീനിന് വേണ്ടി ഒരു ടൈഗറിനെ കിട്ടാനായിട്ട് ആദ്യം ഭാരത് സർക്കസില് പോകുകയാണ്, അല്ലെ. അവിടുത്തെ മാനേജറിനെ കണ്ടു. അത് കഴിഞ്ഞ് മിസ്റ്റർ തോററ്റ് എഗ്രി ചെയ്തു. ദ റിംഗ് മാസ്റ്റർ ആയ മിസ്റ്റർ തോററ്റ് സമ്മതിച്ചു. അങ്ങനെ റിംഗ് മാസ്റ്റർ കൊണ്ടുവന്നു. എവിടെയാണ് ഫസ്റ്റ് സീൻ നടത്തിയത്? ഫസ്റ്റ് നോട്ടൻഗ്രാമിലാണ്, അല്ലെ. ഷെയ്യൂരിക്ക് അടുത്തുള്ള നോട്ടൻഗ്രാമിലെ ആ ഫിലിം ഷൂട്ട് ചെയ്തു. കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് 2 ടൈഗറിനെ കൊണ്ടുവന്നെങ്കിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ആദ്യം ആ ടൈഗർ ഒന്നും സമ്മതിച്ചില്ല. പക്ഷെ പിന്നീട് ആഫ്റ്റർ സം ടൈം ദ ടൈഗർ ബിക്കം കാം ആൻഡ് ടേക്ക് ദ ഷൂട്ട്. അവർ ആ സീനൊക്കെ എടുത്തു. ദ ഷൂട്ട് ദാറ്റ് സീൻ. ബട്ട് വാട്ട് ഹാപ്പൻഡ് when they returned to the Calcutta and after 2 days when they watched the film, what happened? The camera did not work. They can't see the tiger. Bright ആയിട്ട് ടൈഗറിനെ കാണുന്നില്ല. So they again wanted to shoot that scene. So the next time they choose that place. എവിടെയാണ്? It is very close to കൽക്കട്ട. എവിടെയാണ്? ബോറനിലാണ്, അല്ലെ. ബോറനിലാണ് ഷൂട്ട് ചെയ്തത്. ബോറനിലേക്ക് വീണ്ടും മിസ്റ്റർ തോററ്റ് കൊണ്ടുവന്നു. അപ്പൊ 2 ടൈഗർ ഉണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യമാണ് 2 ടൈഗർ. ഇപ്പൊ ടൈഗറിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞുള്ളൂ. ബട്ട് വാട്ട് ഹാപ്പൻ അറ്റ് ദിസ് ടൈം? 2ാം പ്രാവശ്യം ഷൂട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് ഡോർ ഓപ്പൺ ചെയ്തത് ദ ടൈഗർ ശാന്തനായിട്ട് ഇറങ്ങി വരിക അല്ല ചെയ്തത്. ഹി ബിക്കം വെരി വയലന്റ്. ദ ബേസ്റ്റ് ഓഫ് ഹിസ് എനർജി ആണ്. അതിന്റെ എനർജി, ഫുൾ എനർജി എടുത്തുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ടൈഗറിനെ കണ്ടത് അവിടെ കൂടിയിരുന്ന 150ഓളം ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെ. സത്യജിത് റേ എത്ര പറഞ്ഞിട്ടും അവര് മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അടിഞ്ഞുകൂടി ഇങ്ങനെ ക്യാമറയുടെ പിന്നിലേക്ക് ഇങ്ങനെ തിക്കി തിരക്കി വന്നു നിന്ന ആളുകളെ ടൈഗർ വന്നതും ആ ടൈഗർ നേരെ വന്നത് ഈ ആളുകളുടെ അടുത്തേക്കാണ് ഓടി. ആ ടൈഗറിനെ കണ്ടതും ആളുകൾ ഓടിപ്പോവുകയാണ്, അപ്രത്യക്ഷമായി. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ മാജിക് ആണെന്ന് പറയുന്നത്. സത്യജിത് റേ പറയണേ ഒരു അത്ഭുതം നടന്ന പോലെയാണ്. മാജിക്കിലെ ആളുകൾ മെൽറ്റ് നിന്നോർത്ത് നിന്ന് കാണാണ്ടാവുന്നില്ല, ഉരുകി പോകുന്നില്ലേ, അതുപോലെ ഇവരെല്ലാവരും അപ്രത്യക്ഷമായി എന്ന് പറയാൻ അവര് ജീവനും കൊണ്ട് ഓടി. അപ്പൊ പിന്നെ സുഖമായിട്ട് ദ ടൈഗർ ആൾസോ ബിക്കം വെരി കാം. ഈ ഔട്ട്ബേസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ടൈഗർ കാമായി ആൻഡ് ദേ ക്യാൻ ടേക്ക് ഇറ്റ് വെരി കാംലി. ദ ടൈഗർ he walked very calmly and he paced at the audience. ഇച്ച ക്യാമറയിലേക്ക് ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് he returned to his trainer. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. ആഫ്റ്റർ 2 days, 2 ദിവസത്തിന് ശേഷം വീണ്ടും അവർ ക്യാമറ എടുത്ത് നോക്കിയപ്പോ എന്താ സംഭവിച്ചത്? The camera worked very well. എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് എന്ത് പറ്റിയിരുന്നു? They got the scene perfectly. പെർഫെക്റ്റ് ആയിട്ട് ആ സീൻ അവർക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഒരു ടൈഗറിനെ വെച്ച് അയാൾ ഫിലിം പിടിക്കാനായിട്ട് കഷ്ടപ്പെട്ട, ബുദ്ധിമുട്ടിയ ആ ഒരു അനുഭവമാണ് സത്യജിത് റേ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ നമ്മുടെ ഈ പാഠം നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞു നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വരുന്നുണ്ട്, അല്ലെ. ക്യാരക്ടർ സ്കെച്ച് വരുന്നുണ്ട്, സത്യജിത് റേ പറയുന്നത്. പിന്നെ കോൺവെർസേഷൻ വരുന്നുണ്ട്. സത്യജിത് റേയും മിസ്റ്റർ തോററ്റും, മാനേജർ, ഭാരത് സർക്കസിലെ മാനേജറും റിംഗ് മാസ്റ്ററായ മിസ്റ്റർ തോററ്റും തമ്മിലുള്ള ആ കോൺവെർസേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു നോട്ടീസ്, പിന്നെ ഈ സംഭവത്തിനെ കുറിച്ച് ലെറ്റർ, അങ്ങനെ കുറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ ക്വസ്റ്റ്യൻസ് തരാം, ഉത്തരങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നന്നായിട്ട് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഈ സംഭവം, ഈ സ്റ്റോറി നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും.
ഓക്കെ.